നമസ്കാരം, എല്ലാവർക്കും വേ ടു പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയുന്നത് പി എസ് സിയുടെ സിലബസ് അനുസരിച്ച് SCERT സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നാണ്. പി എസ് സിയുടെ ഏകദേശം ക്വസ്റ്റ്യൻസും ഈ SCERT ചാപ്റ്റേഴ്സിനെ ഉൾപ്പെടുത്തിയാണ് വരുന്നത്. അപ്പോൾ നമുക്കിന്ന് ആ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽ ആയ കുറച്ച് ക്ലാസ് ഞാൻ ഓൾറെഡി നമ്മൾ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് വേണ്ടവർ ആ ക്ലാസ് നോക്കിയാൽ മതി. അപ്പോൾ നമുക്കിന്ന് ആ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. പി എസ് സിയുടെ സയൻസ് ഭാഗത്തിലെ ബയോളജിയിൽ നിന്ന് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ഒരു എക്സാമിന് വരുന്നത്. അപ്പോൾ നമുക്കിന്ന് അത് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണെന്ന് നോക്കാം. ഈ മനുഷ്യ ശരീരം എന്ന വിഷയത്തിനെ പറ്റി 5ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററായ അറിവിൻ്റെ ജാലകങ്ങളിലും 6ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ ജീവൻ്റെ ചെപ്പുകൾ, 6ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്റർ രൂപത്തിലും ബലത്തിലും, 7ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ അന്നപഥത്തിലൂടെ, 7ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ പ്രാണവായുവും ജീവരക്തവും, 8ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ, 8ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ കോശജാലകങ്ങൾ, 8ാം ക്ലാസ്സിലെ 14ാമത്തെ ചാപ്റ്റർ തലമുറകളുടെ തുടർച്ചയ്ക്ക്, 9ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ ആഹാരം അന്നപഥത്തിൽ, 9ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ ലഘുപോഷകങ്ങൾ കോശത്തിലേക്ക്, 9ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ ചലനത്തിൻ്റെ ജീവശാസ്ത്രം, 9ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ വിഭജനം വളർച്ചയിലേക്ക്, 10ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ അറിയാനും പ്രതികരിക്കാനും, 10ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ സമസ്ഥിതിക്കായുള്ള രാസസന്ദേശങ്ങൾ. ഇത്രയും ചാപ്റ്റേഴ്സിലാണ് ഈ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത്. അടുത്ത വിഷയം ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും. 6ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററായ ആഹാരം ആരോഗ്യത്തിന് എന്ന ചാപ്റ്ററിലാണ് ഈ ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളെക്കുറിച്ചും പറയുന്നത്. അടുത്ത ടോപ്പിക്ക് രോഗങ്ങളും രോഗകാരികളും. 5ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററായ അകറ്റി നിർത്താം രോഗങ്ങളെ, 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററായ അകറ്റി നിർത്താം രോഗങ്ങളെ എന്നീ 2 ചാപ്റ്ററുകളിലാണ് ഈ രോഗങ്ങളും രോഗകാരികളും എന്ന വിഷയത്തെക്കുറിച്ച് പറയുന്നത്. അടുത്തത് കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ. 5ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററായ വിത്തിനുള്ളിലെ ജീവൻ, 7ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററായ മണ്ണിൽ പൊന്നു വിളയിക്കാം, 10ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററായ ഇന്ത്യൻ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്നീ 3 ചാപ്റ്ററുകളിലാണ് ഈ കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകളെക്കുറിച്ച് പറയുന്നത്. ഈ 10ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററായ ഇന്ത്യൻ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന ചാപ്റ്ററിനെ കുറിച്ചുള്ള ക്ലാസ് നമ്മൾ ഓൾറെഡി യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത വിഷയം വനങ്ങളും വനവിഭവങ്ങളും. 6ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായ ഒന്നിച്ചു നിൽക്കാം, 6ാം ക്ലാസ്സിലെ തന്നെ 12ാമത്തെ ചാപ്റ്ററായ പ്രകൃതിയുടെ വരദാനം, 7ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ നിർമ്മലമായ പ്രകൃതിക്കായി എന്നീ ചാപ്റ്ററുകളിലാണ് ഈ വനങ്ങളും വനവിഭവങ്ങളെക്കുറിച്ചും പറയുന്നത്. അടുത്തത് പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. 8ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്ററായ ഭൂമിയുടെ പുതപ്പ്, 8ാം ക്ലാസ്സിലെ 12ാമത്തെ ചാപ്റ്ററായ ഭൂമിയിലെ ജലം, 8ാം ക്ലാസ്സിലെ 13ാമത്തെ ചാപ്റ്ററായ വൈവിധ്യം നിലനിൽപ്പിന് എന്നീ 3 ചാപ്റ്ററുകളിലാണ് ഈ പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചും പറയുന്നത്. ഇനി അടുത്ത പറയുന്നത് കെമിസ്ട്രി ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റേഴ്സിനെ കുറിച്ചാണ്. ഈ ഭാഗത്ത് നിന്നും 6 മാർക്കിൻ്റെ ചോദ്യമാണ് പി എസ് സി ചോദിക്കാറ്. ഇതിൽ ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും എന്ന വിഷയത്തെക്കുറിച്ച് 6ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്റർ ചേർക്കാം പിരിക്കാം, 8ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ പദാർത്ഥങ്ങളിലെ അടിസ്ഥാന ഘടകം, 9ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ ആറ്റത്തിൻ്റെ ഘടന, 10ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ വാതക നിയമങ്ങളും മോൾ സങ്കല്പവും. ഈ 4 ചാപ്റ്ററുകളിലാണ് ഈ ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും കുറിച്ച് പറയുന്നത്. അടുത്ത വിഷയം അയിരുകളും ധാതുക്കളും. 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ലോഹ നിർമ്മാണം, 10ാം ക്ലാസ്സിലെ തന്നെ 5ാമത്തെ ചാപ്റ്റർ അലോഹ സംയുക്തങ്ങൾ എന്നീ 2 ചാപ്റ്ററുകളിലാണ് ഈ അയിരുകളും ധാതുക്കളും എന്ന വിഷയത്തെക്കുറിച്ച് പറയുന്നത്. അടുത്ത വിഷയം മൂലകങ്ങളും അവയുടെ വർഗീകരണവും. 8ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ ലോഹങ്ങൾ, 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ, 10ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും. ഈ ചാപ്റ്ററുകളിലാണ് ഈ മൂലകങ്ങളും അവയുടെ വർഗീകരണത്തെക്കുറിച്ചും പറയുന്നത്. അടുത്ത വിഷയം ഹൈഡ്രജനും ഓക്സിജനും.
9ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ അലോഹങ്ങൾ എന്നതിലാണ് ഈ ഹൈഡ്രജനും ഓക്സിജനെയും കുറിച്ചും പറയുന്നത്. അടുത്ത വിഷയം രസതന്ത്രം നിത്യജീവിതത്തിൽ. 5ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററായ ജീവജലം, 7ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററായ ആസിഡും ആൽക്കലിയും, 7ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്ററായ സുരക്ഷ ഭക്ഷണത്തിലും, 8ാം ക്ലാസ്സിലെ 15ാമത്തെ ചാപ്റ്ററായ ലായനികൾ, 8ാം ക്ലാസ്സിലെ തന്നെ 16ാമത്തെ ചാപ്റ്ററായ ജലം, 8ാം ക്ലാസ്സിലെ തന്നെ 17ാമത്തെ ചാപ്റ്ററായ ഫൈബറും പ്ലാസ്റ്റിക്കുകളും, 9ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ ആസിഡുകളും ബേസുകൾ ലവണങ്ങൾ, 10ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനം. ഈ എല്ലാ ചാപ്റ്ററിലുമാണ് ഈ രസതന്ത്ര നിത്യജീവിതത്തിൽ എന്നതിനെക്കുറിച്ച് പറയുന്നത്. അടുത്ത വിഷയം ദ്രവ്യവും പിണ്ഡവും. 8ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററായ പദാർത്ഥ സ്വഭാവം, 8ാം ക്ലാസ്സിലെ തന്നെ 8ാമത്തെ ചാപ്റ്ററായ അളവുകളും യൂണിറ്റുകളും, 9ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ ദ്രവ്യബലങ്ങൾ. ഈ ചാപ്റ്ററിലെല്ലാമാണ് ഈ ദ്രവ്യവും പിണ്ഡവും എന്ന വിഷയത്തെക്കുറിച്ച് പറയുന്നത്. അടുത്തത് പ്രവൃത്തി ഊർജത്തിൻ്റെ പരിവർത്തനം എന്ന വിഷയം. 5ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററായ ഊർജത്തിൻ്റെ ഉറവകൾ, 5ാം ക്ലാസ്സിലെ തന്നെ 2ാമത്തെ ചാപ്റ്ററായ മാറ്റത്തിൻ്റെ പൊരുൾ, 9ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററായ പ്രവൃത്തി പവർ ഊർജം, 10ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററായ ഊർജ പരിപാലനം എന്നീ ചാപ്റ്ററിലാണ് ഈ പ്രവൃത്തി ഊർജത്തിൻ്റെ പരിവർത്തനം എന്ന വിഷയത്തെക്കുറിച്ച് പറയുന്നത്. ഇനി അടുത്തത് താപവും ഊഷ്മാവും. 7ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററായ മർദ്ദം ദ്രാവകത്തിലും വാതകത്തിലും, 7ാം ക്ലാസ്സിലെ തന്നെ 9ാമത്തെ ചാപ്റ്ററായ താപം ഒഴുകുന്ന വഴികൾ. ഈ 2 ചാപ്റ്ററുകളിലാണ് ഈ താപവും ഊഷ്മാവും എന്ന വിഷയത്തെക്കുറിച്ച് പറയുന്നത്. അടുത്ത വിഷയം പ്രകൃതിയിലെ ചലനവും ബലവും. 5ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായ ഇത്തിരി ശക്തി ഒത്തിരി ജോലി, 6ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററായ ചലനത്തിനൊപ്പം, 8ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്ററായ ചലനം, 8ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്ററായ ബലം, 9ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററായ ചലന സമവാക്യങ്ങൾ, 9ാം ക്ലാസ്സിലെ തന്നെ 3ാമത്തെ ചാപ്റ്ററായ ചലനവും ചലന നിയമങ്ങളും, 9ാം ക്ലാസ്സിലെ തന്നെ 4ാമത്തെ ചാപ്റ്ററായ ഗുരുത്വാകർഷണം എന്നീ ചാപ്റ്ററിലെല്ലാമാണ് ഈ പ്രകൃതിയിലെ ചലനവും ബലവും എന്ന വിഷയത്തെക്കുറിച്ച് പറയുന്നത്. അടുത്ത വിഷയം ശബ്ദം. 8ാം ക്ലാസ്സിലെ 19ാമത്തെ ചാപ്റ്ററായ ശബ്ദം, 9ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററായ തരംഗചലനം. ഇവയിലെല്ലാമാണ് ഈ ശബ്ദത്തെക്കുറിച്ച് പറയുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയ ക്ലാസ് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്, അത് നമ്മളെ യൂട്യൂബ് ചാനലിലുണ്ട്. അടുത്ത വിഷയം പ്രകാശം. 7ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററായ പ്രകാശ വിസ്മയങ്ങൾ, 8ാം ക്ലാസ്സിലെ 18ാമത്തെ ചാപ്റ്ററായ പ്രകാശ പ്രതിപതനം ഗോളീയ ദർപ്പണങ്ങളിൽ, 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററായ പ്രകാശത്തിൻ്റെ പ്രതിപതനം, 10ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററായ പ്രകാശത്തിൻ്റെ അപവർത്തനം, 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായ കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും. ഇവയെല്ലാത്തിലുമാണ് ഈ പ്രകാശത്തെക്കുറിച്ച് പറയുന്നത്. അടുത്തത് സൗരയൂഥവും സവിശേഷതകളും. 5ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററായ മാനത്തെ നിഴൽ കാഴ്ചകൾ, 5ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററായ പ്രപഞ്ചം എന്ന മഹാത്ഭുതം, 5ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്ററായ ബഹിരാകാശം വിസ്മയങ്ങളുടെ ലോകം, 6ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററായ തിങ്കളും താരകളും എന്നീ ചാപ്റ്ററിലാണ് ഈ സൗരയൂഥവും സവിശേഷതകളെയും കുറിച്ച് പറയുന്നത്. ഇത്രയാണ് നമുക്ക് SCERTയിലെ സയൻസ് ഭാഗത്തിലെ ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ച് പറയാനുള്ളത്. PSCയിലെ സയൻസ് ഭാഗത്തു നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏകദേശം ഈ SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഈ ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റേഴ്സ് എല്ലാം നോക്കി അതെല്ലാം പഠിക്കാം. നമ്മൾ കുറേ ക്ലാസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ക്ലാസ്സെല്ലാം നമ്മൾ വേഗം തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇന്ന് നമ്മൾ SCERT സയൻസ് ഭാഗത്തിലെ ചാപ്റ്റേഴ്സും അത് മാത്രമാണ് പറഞ്ഞത്. ഇനി അടുത്ത വരുന്ന വീഡിയോയിലെല്ലാം PSC സിലബസിലെ മറ്റ് വിഷയങ്ങളെക്കുറിച്ചുള്ള SCERT ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റേഴ്സിനെ കുറിച്ചെല്ലാം പറയുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.